നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തൃത്താലയിൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോര് മുറുകുന്നു. വി.ടി. ബൽറാമിന് നേർക്കുനേർ സംവദിക്കാൻ ധൈര്യമുണ്ടോ? വേദിയും സമയവും ബൽറാമിന് നിശ്ചയിക്കാം. വികസന സംവാദത്തിനെത്താൻ വീണ്ടും വെല്ലുവിളിച്ച് എം.പി. രാജേഷ് രംഗത്ത്. വി.ടി. ബൽറാം ഈ വെല്ലുവിളി ഏറ്റെടുത്ത് സംവാദത്തിനെത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് തൃത്താലയിലെ വോട്ടർമാർ. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, നഴ്സിംഗ് കോളേജ് അല്ല, തൃത്താലയിൽ നടന്ന ഏത് വികസനത്തെക്കുറിച്ചും, അതിൽ കഴിഞ്ഞ 5 വർഷം ഞാൻ നടത്തിയതിനെ കുറിച്ചും അതിനു മുമ്പത്തെ 10 വർഷം അദ്ദേഹം നടത്തിയതിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. സ്ഥലവും തീയതിയും സമയവും അദ്ദേഹത്തിന് നിശ്ചയിക്കാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണം, അദ്ദേഹത്തിന് നിശ്ചയിക്കാം. അദ്ദേഹം നിശ്ചയിക്കുന്ന സ്ഥലത്ത് വരാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ധാർഷ്ട്യത്തോടെയാണ് മുന്നോട്ട് പോയത് എന്നൊക്കെ. എത്ര വിനീതമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനുള്ള സുവർണാവസരം അങ്ങ് പാഴാക്കരുത്. അങ്ങ് 10 വർഷം ചെയ്ത കാര്യങ്ങളിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ അത് വിശദീകരിക്കാനുമുള്ള ഒരവസരം പാഴാക്കരുത്. വരൂ, നമുക്ക് സംവാദത്തിന് ഇരിക്കാം. ഞാനിപ്പോഴും അദ്ദേഹത്തെ ക്ഷണിക്കുക. എം.പി. രാജേഷിന്റെ സംവാദ വെല്ലുവിളി തെരഞ്ഞെടുപ്പ് സമയത്തെ വെറും വീരവാദമെന്ന മറുപടിയുമായി വി.ടി. ബൽറാം. സംവാദത്തിനായുള്ള ക്ഷണമൊന്നും തനിക്ക് ലഭിച്ചില്ലെന്നും പറയാനുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ പറയുമെന്നും വി.ടി. ബൽറാം പറഞ്ഞു. വി.ടി. ബൽറാമിന്റെ കാലത്ത് വന്ന തൃത്താല കോളേജ് യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല, അത് കുട്ടികൾക്ക് പഠിച്ച് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങാൻ സാധിച്ചു. ഇവിടെ നഴ്സിംഗ് കോളേജ് പ്രഖ്യാപനം മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ വികസന നേട്ടം എടുത്തു നോക്കുമ്പോഴും വികസന രംഗത്ത് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ അവകാശവാദത്തെയും വസ്തുതകൾ സഹിതം ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് ജനങ്ങളുമായിട്ട് വിശദീകരിക്കും. അങ്ങനത്തെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല. അദ്ദേഹം ഇലക്ഷൻ കൺവെൻഷനിൽ പല വീരവാദങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നതായിട്ടാണ് കേട്ടിട്ടുള്ളത്. അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള ക്ഷണോ അത് അദ്ദേഹം അല്ലല്ലോ ക്ഷണിക്കേണ്ടത്. ആ നിലയിലുള്ള ഒരു ജനാധിപത്യ സംവാദം ഒന്നും കഴിഞ്ഞ 5 വർഷവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള സന്നദ്ധത ഉണ്ടായിരുന്നില്ലല്ലോ. ഏകപക്ഷീയമായി അങ്ങേയറ്റത്തെ ഒരു ധാർഷ്ട്യത്തോടെയും ഒക്കെ മുന്നോട്ട് പോവുമായിരുന്നല്ലോ. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചോളാം.